ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് കുറച്ചല്ല ഒത്തിരി ലേറ്റായി. ഞാനിവിടെ എത്തിയത് ഈ ടൈമിലാണ്. 11 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എത്തിയത്. ഭയങ്കരമായിട്ട് ലേറ്റായി പോയി. ഐ എം സോ സോറി. ഞാൻ ഇന്നത്തെ ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ രാഖി അത്തീഫ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അപ്പം തന്നെ മെസ്സേജ് ചെയ്തിട്ടാട്ടോ. അപ്പോൾ നമ്മളിനി ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ ടൂളാണ്. പോസ്റ്റ്മാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് API ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് പോസ്റ്റ്മാൻ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ സൈറ്റാണ് postman.com എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ വിൻഡോസ് ഉണ്ട്. വിൻഡോസ് എടുക്കാം. ദെൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. ദെൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇത് ഡൗൺലോഡ് ചെയ്യുക. ദെൻ നോർമൽ ഇൻസ്റ്റാളേഷൻ ആണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് അടിച്ച് നോർമൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഫസ്റ്റ് തന്നെ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു API ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്രിയേറ്റ് കളക്ഷൻസ് എന്ന് കണ്ടോ, ഈ കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക. കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു ഫോൾഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫോൾഡറിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ IPSൻ്റെതും അതിനുള്ളിലോട്ട് സേവ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫോൾഡർ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഞാനതൊന്ന് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ന്യൂ കണ്ടോ, ഈ ന്യൂ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സിമ്പിൾ റിക്വസ്റ്റ് ആണ് അയക്കുന്നത്. HTTP റിക്വസ്റ്റ് ഞാൻ അയക്കുന്നു. ഞാനൊരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം. ഇതിൽ ഇപ്പം നമ്മൾ എന്താക്കാൻ പോകുന്നു, ഗൂഗിളിൻ്റെ URL https://www.google.com ഇതാണ് ഗൂഗിളിൻ്റെ URL. ഓക്കെ, ഞാനത് കോപ്പി ചെയ്യുന്നു. ദെൻ ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഗെറ്റും പോസ്റ്റ് എന്ന് പറഞ്ഞ റിക്വസ്റ്റ് ആയിരിക്കും. പിന്നെ ഡിലീറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യും. ഈ മൂന്നെണ്ണമാണ് കൂടുതലും ഒരു 95% നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഗെറ്റ്, പോസ്റ്റ്, ഡിലീറ്റ്. ഓക്കെ. ബാക്കിയുള്ളതൊക്കെ റെയർ ആണ്, എങ്കിലും നമ്മൾ ഈ മൂന്നെണ്ണമായിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു വെബ് പേജിനെ ഫെച്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് എന്ന് പറഞ്ഞ റിക്വസ്റ്റ് യൂസ് ചെയ്യണത്. ഓക്കെ. ഇതൊക്കെ റിക്വസ്റ്റുകളാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഗെറ്റ്, പോസ്റ്റ് ആൻഡ് ഡിലീറ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു വെബ് പേജിൽ നമുക്ക് ഫെച്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് എന്ത് ഗെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഗെറ്റും പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് കൊടുക്കാറുണ്ട്, മെത്തേഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് URL കാണാനായിട്ട് പറ്റും. അതല്ല നമ്മൾ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കണതെന്ന് വെച്ചാൽ നമുക്കത് പാസ് ചെയ്യുന്ന വാല്യൂസ് URL വിസിബിൾ ആയിട്ട് വരില്ല. അതിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഗെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ് പേജിനെ ഫെച്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ എന്താക്കുന്നു, എൻ്റെ ഒരു ഗൂഗിളിൽ ഒരു URL കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കാം, ഇവിടെ സെൻഡ് എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടോ, സെൻഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ താഴെ നമുക്ക് റിക്വസ്റ്റ് കാണാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് താഴെ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് സൈഡിലോട്ട് പോകും. നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് ഈ താഴെ വന്ന് നിൽക്കുന്നതാണ് ഓപ്ഷൻ. ഇവിടെ ഒരു പാനൽ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ സെൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ സ്റ്റേറ്റസ് 200 ഓക്കെ എന്ന് വന്നിട്ട്, എന്ന് വെച്ചാൽ അത് സക്സസ് ആണെന്ന് അർത്ഥം. ഓക്കെ. നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് വരേണ്ട സ്റ്റേറ്റസ് ആണ് എന്ത്, ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് വരേണ്ടതാണ് 200 ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റസ്. ഓക്കെ. ദെൻ ഇവിടെ എന്താണ്, ഇതിൻ്റെ ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിന് എത്ര സൈസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഓൾസോ ഇതിൽ എത്ര കുക്കീസ് പാസ് ചെയ്തെന്നുള്ള ഗൂഗിളിൻ്റെ ആ ഒരു സൈറ്റിൽ എത്ര കുക്കീസ് ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. പോരാതെ ഇവിടെ ഒരു ഹെഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ഹെഡേഴ്സ് പാസ് ആയിട്ടുണ്ടെന്നുള്ള ഹെഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. ക്ലിയർ അല്ലേ? ദെൻ ഇവിടെ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് പാരാമീറ്റേഴ്സോ ഹെഡേഴ്സോ ഒന്നും പാസ് ചെയ്തിട്ടില്ല. ഇവിടെ ഹെഡേഴ്സ് 7 എന്ന് പറഞ്ഞിട്ട് കുറേ ഹിഡൻ ആയിട്ടുള്ള ഒരു 7 ഹെഡേഴ്സ് ഓട്ടോമാറ്റിക്കലി പാസ് ആയിട്ടുണ്ട്. ഹിഡൻ ഓട്ടോ ജനറേറ്റഡ് ഹെഡേഴ്സ്. അതിപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൽ ഒറ്റ പാരാമീറ്റേഴ്സും പാസ് ചെയ്തിട്ടില്ല. പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരംസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ google.com ഇതാണല്ലോ നമ്മുടെ സൈറ്റ്. ഇതിൽ ഞാനിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നിമിഷ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ, സെർച്ച് ക്യൂ ഈക്വൽസ് നിമിഷ എന്ന് വന്നു. ഓക്കെ. അപ്പോൾ ഇതാണ് google.comൻ്റെത് /സെർച്ച് ക്യൂ ഈക്വൽ, ഇതിൽ ക്യൂ എന്ന് പറഞ്ഞത് കണ്ടോ, ഇതാണ് പാരാമീറ്റർ. എന്ന് വെച്ചാൽ ഞാൻ പാരാമീറ്റർ ആയിട്ട് എൻ്റെ പേരാണ് ഞാൻ അതിലോട്ട് പാസ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ. എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ പാരംസ് യൂസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിൽ ഞാൻ എന്താക്കുന്നു, ഒരു പാരാമീറ്റർ പാസ് ചെയ്യാനായിട്ട് അവിടെ എന്തായിരുന്നു വാല്യൂ, ക്യൂ ആയിരുന്നു അല്ലേ. ക്യൂ എന്നുള്ളത് കീ വാല്യൂ പെയറാണ്. സോറി, ഇവിടെ
ക്യൂ എന്ന് പറയുന്നതായിരിക്കും കീ, അതിനുള്ള വാല്യൂ ആയിരിക്കും എന്ത് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്ന നിമിഷ. ഓക്കെ, അപ്പൊ ഇവിടെ വാല്യൂല് ഞാൻ എന്ത് ചെയ്യുന്നു, നിമിഷ എന്ന് കൊടുക്കണം. ഓട്ടോമാറ്റിക്കലി ഇവിടെ URL മാറുന്ന കണ്ടോ. ഓക്കെ, എനിക്കിപ്പോ അടുത്തൊരെണ്ണം കൊടുക്കണം. അപ്പൊ അടുത്ത കീ കൊടുക്കാൻ ഞാൻ നെയിം, അടുത്ത ഞാനിപ്പോ എന്താ പറയാ, ഇപ്പൊ അത്തീഫ് ആണെങ്കിൽ അത്തീഫ് എന്ന് കൊടുത്തു. വേറെ ഒരെണ്ണം എനിക്കിപ്പം എന്താ സി എന്ന് പറഞ്ഞിട്ടൊരു പരം പാസ് ചെയ്യണമെങ്കിൽ ഞാൻ അത് പാസ് ചെയ്ത് രാഖി എന്ന് കൊടുത്തു. എന്നാണോ പാരാമീറ്റർ അത് പാസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പം ജസ്റ്റ് പേര് കൊടുത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പം അടുത്തത് മെയിലായിരിക്കും. അത്തീഫ് കഴിഞ്ഞു സി എന്നുള്ളതിനെ സ്ഥാനത്ത് ഇപ്പം അത് ഇമെയിൽ എന്നായിരിക്കാം. അപ്പൊ അതെന്താക്കുന്നു, നമ്മുടെ ഇമെയിൽ പാസ് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ URL-ലും ആംപ്രസൻഡ് സിമ്പിൾ ആഡ് ചെയ്തിട്ട് ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, ഞാനിതിപ്പോൾ സെൻഡ് കൊടുത്തു. അപ്പോൾ അത് ഓക്കെ ആണ്, ഇഷ്യൂസ് ഒന്നുമില്ല. ദെൻ ഇതിപ്പോൾ എനിക്കിപ്പം ഇപ്പോൾ ഒരു 3 പാരാമീറ്റേഴ്സ് ആണുള്ളെങ്കിൽ ഞാനിപ്പോൾ ഇതിങ്ങനെ ടൈപ്പ് ചെയ്ത് പോകണം. ഇങ്ങനെ താഴോട്ട് ടൈപ്പ് ചെയ്ത് പോകണം. എനിക്കിപ്പോൾ ഒരു ബൾക്കായിട്ട് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിലും ഇവിടെ ഒരു ബൾക്ക് എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷനിൽ എന്താക്കുന്നു, നമുക്കിവിടെ ഒരു മിനിറ്റ് ഞാൻ താഴോട്ടാക്കട്ടെ. ഇവിടെ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്യാം. ഇപ്പം അടുത്തത് ഇനി അഡ്രസ് ആണെങ്കിൽ അഡ്രസ് ഡെമോ ഹൗസ്, അല്ലെങ്കിൽ അടുത്തതാണെങ്കിൽ പ്ലേസ് ആണെങ്കിൽ പ്ലേസ് കോഴിക്കോട്. അങ്ങനെ നമുക്ക് എന്താക്കാൻ പറ്റും, ബൾക്കായിട്ട് എഡിറ്റ് ചെയ്യാം. കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് പാസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇതൊന്ന് Ctrl+S അടിക്കുകയാണെങ്കിൽ സേവ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഇത് പേര് നമുക്ക് ഇപ്പൊ എന്താക്കാം, ഗൂഗിൾ API എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യണം. ഏതിൽ, ഈ ഒരു ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്യണം, അതിനുള്ളിൽ ഞാനത് സേവ് ചെയ്യണം. അപ്പൊ ഈ ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഫോൾഡറിനുള്ളിൽ നമ്മളൊരു ആദ്യത്തെ ഒരു API സിമ്പിൾ ആയിട്ടുള്ള ഗെറ്റ് API കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗെറ്റ് APIയുടെ ഇത് ക്ലിയർ ആണല്ലോ. സോ ഇനി അടുത്തതാണ് നമുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. ഗെറ്റ് റിക്വസ്റ്റ് കേട്ടോ, പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് ഉണ്ട്. അപ്പൊ അത് ചെയ്യാനായിട്ട് നമുക്ക് ശരിക്കുള്ള APIs വേണം. ഇപ്പൊ ഈ google.com എന്ന് പറയുന്നത് ഒരു API ആണ്. എന്തിനാ, ആ ഒരു പേജിലോട്ട് പോകാനുള്ള ഒരു API ആണ്. ഓക്കെ, ദെൻ അപ്പൊ അങ്ങനെ കുറെ APIs വേണം. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് എന്താക്കും, നമ്മുടെ ശരിക്കുള്ള പ്രൊജക്ട്സ് ഉണ്ടായിരിക്കും, ക്ലയന്റിന്റെ വർക്ക്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് ഉണ്ടായിരിക്കും, അതിൽ നിന്നായിരിക്കും API കിട്ടുന്നുണ്ടായിരിക്കാം. ഇപ്പൊ ഞാനൊരു ഡെമോ പർപ്പസിന് കുറേ സൈറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ gorest.co.in എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കുറെ കളക്ഷൻസ് ഓഫ് APIs കിട്ടും. പോസ്റ്റ് ഗെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ APIs കിട്ടും. അതേപോലെ REQRES.in എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കുറെ APIs കിട്ടും. ഞാൻ ഈ സൈറ്റാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കും ഡെമോ പർപ്പസിന്. കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സൈറ്റാണ്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നുണ്ടോ, ലേറ്റ് ആയി പോയതിൻ്റെ ഇതിലാണ് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഗെറ്റിൻ്റെ തന്നെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇത് ഗെറ്റ് ആണ്, ഒരു സിംഗിൾ യൂസറിനെ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, ഒരു API ആണ്. അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഇതേ സെയിം URL തന്നെയാണ് വേണ്ടത്. അതിൻ്റെ API ഏതാണ്, ഇതാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പം ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഇൻ എ ന്യൂ ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു API ഇവിടെ എഴുതി നോക്കുന്നത് കാണാനായിട്ട് പറ്റും. APIയുടെ ലിങ്കും ഇവിടെ കിട്ടും. ഞാനത് കോപ്പി ചെയ്തു. ഓക്കെ, ഇനി ഞാനിവിടെ പുതിയൊരു കളക്ഷൻ ആഡ് ചെയ്യാം. പുതിയ കളക്ഷൻ ആഡ് ചെയ്തിട്ട് ഞാൻ അതിന് യൂസേഴ്സ് API എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുത്തു. ഓക്കെ, അതിൽ ഞാൻ എന്താക്കുന്നു, പുതിയ ഒരെണ്ണം ആഡ് ചെയ്യണം, ഒരു HTTP റിക്വസ്റ്റ് ആഡ് ചെയ്യണം. ദെൻ ഞാൻ ആ URL APIയുടെ URL ഉണ്ടല്ലോ, അത് ഞാനിവിടെ പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ ഇനി ഞാനിപ്പോൾ ഇവിടെ 2 എന്നുള്ളത് കൊടുക്കണില്ലേ. 2 എന്നുള്ളത് നമ്മുടെ ഒരു പാരാമീറ്റർ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എന്താണ് പറയുന്നത്, ഇതല്ലേ, ഓക്കെ, സിംഗിൾ അല്ലെങ്കിൽ ഓക്കെ ഇതെടുക്കാം. ലിസ്റ്റ് യൂസേഴ്സിനെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ സോറി 1 സെക്കൻഡ്, ഇതിലെന്താണ് യൂസേഴ്സ് വരെ എത്തി, അതിൻ്റെ പേജ് ഈക്വൽസ് 2 എന്നാണ് കൊടുത്തുകൊണ്ട്. അപ്പം നമുക്കിവിടെ എന്താക്കാം, പാരാമീറ്റർ ആയിട്ട് പേജ് പാസ് ചെയ്യാം, അതിൻ്റെ വാല്യൂ ആയിട്ട് എത്ര പാസ് ചെയ്യാം, 2 പാസ് ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നു. ഓക്കെ, ദെൻ ഞാൻ എന്താക്കുന്നു, സെൻഡ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, നേരത്തെ പോലെ 200 ഓക്കെ, ആ പേജിൻ്റെ API കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വന്നു. ഇത് റോ ആയിട്ട് കാണാം, അതിൻ്റെ ഒരു പേജിൻ്റെ പ്രിവ്യൂ കാണാം. ഓക്കെ, കുക്കീസ് വന്നിട്ടുണ്ട്. ഇവിടെ ഒറ്റയ്ക്ക് കുക്കീസ് ഒന്നുമില്ല. ഹെഡേഴ്സ് 16 ഹെഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര സെക്കൻഡാണ്, 1109 സെക്കൻഡാണ്. 1.7 KB ആണ് സൈസ് വരുന്നത്. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. നമുക്കിത് റെസ്പോൺസ് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. ഓക്കെ,
ഇത് ഗെറ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞത് സെയിം കൺസെപ്റ്റ് തന്നെ. ഇത് ഞാൻ വേണമെങ്കിൽ സേവ് ചെയ്യാം. ഏതിൽ? ഗൂഗിളിലല്ല, നമുക്ക് യൂസേഴ്സ് APIയിൽ എന്താക്കാം, ഗെറ്റ് പേജ് അല്ലേ, ഗെറ്റ് പേജ് അല്ലെങ്കിൽ ഗെറ്റ് യൂസേഴ്സ് എന്ന് കൊടുക്കാം. ഗെറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്യണം. ഇനി ഞാൻ പുതിയത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണു, HTTP റിക്വസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യണു. അതിൽ ഞാൻ എന്താക്കുന്നു, ഈ ഒരു സെയിം തന്നെ ഈ URL തന്നെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്താക്കണം, ഈ ഗെറ്റ് മാറ്റിയിട്ട് ഇത് പോസ്റ്റ് ആക്കണം. പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിലോട്ട് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ വാല്യൂസ് പാസ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആർഗ്യുമെന്റ്സ് അല്ല, വാല്യൂസ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, പേലോഡുകൾ നമുക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഒരാളുടെ പേരും ജോബും ആഡ് ചെയ്യണം. പേര് അല്ലെങ്കിൽ ജോബ് അല്ലെങ്കിൽ ഏജ് ഒക്കെ ആഡ് ചെയ്യണം. നമ്മുടെ അവിടെ കീ വാല്യൂ പെയേഴ്സ് അല്ലാതെ അല്ലെങ്കിൽ പാരാമീറ്റർ അല്ലാതെ നമുക്ക് പേലോഡായിട്ട് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് ഇവിടെ ബോഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലിവിടെ റോ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ഞാനിപ്പം നമ്മുടെ ഇതിലോട്ട് തിരിച്ചു വരാണെങ്കിൽ, ഇപ്പം ഞാൻ സിംഗിൾ യൂസേഴ്സ് എടുക്കണം കേട്ടോ. സിംഗിൾ യൂസർ വേണ്ട, അവിടെ പോയി ഓക്കെ, നമ്മുടെ പോസ്റ്റ് അല്ലേ, ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞതുണ്ട്. ക്രിയേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതേ ഇവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് പുതിയൊരു യൂസറിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും പോസ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പം ഇതാണ് നമ്മുടെ എന്താണ് കൊടുക്കേണ്ടത്, നമുക്ക് കൊടുക്കേണ്ട പേലോഡ് എന്ന് പറയുന്നത്. ഞാനിത് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് ഞാനിത് ഇവിടെ പേസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇതൊരു JSON ഫോർമാറ്റ് ആണ്. എന്ന് വെച്ചാൽ നെയിം എന്ന് പറയുന്നത് ഒരു കീ, അതിനപ്പുറത്ത് അതിൻ്റെ ഒരു വാല്യൂ. ഓക്കെ, നമ്മൾ പുട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ JSON ഫോർമാറ്റിലാണ് കൂടുതലും വാല്യൂസ്, പോസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ JSON ഫോർമാറ്റിലായിരിക്കും നമ്മൾ വാല്യൂസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം നെയിം അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ. എനിക്കിപ്പോൾ അടുത്ത വാല്യൂ ആഡ് ചെയ്യണമെങ്കിലോ, ഞാൻ കോമ ഇട്ടിട്ട് ഏജ്, ദെൻ ഇപ്പം ഞാൻ 23 അല്ല 25 26 എത്രയാണെന്ന് വെച്ചാൽ അയച്ചു കൊടുക്കും. ഓക്കെ, ദെൻ ഇവിടെ ടെക്സ്റ്റ് ആണ് കിടക്കുന്നത്, അത് മാറ്റിയിട്ട് JSON കൊടുക്കുക. പുറത്തുനിന്ന് ഭയങ്കരമായിട്ട് നോയ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയണില്ല. എന്തെങ്കിലും ഡൗട്ട് വരണമെങ്കിൽ അപ്പം തന്നെ എന്നോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത് എന്താക്കാം, JSON എന്ന് മാറ്റി. ഇനി ഞാൻ എന്താക്കുന്നു, ഇത് ഞാനിപ്പോൾ അത് സെൻഡ് കൊടുക്കണം. അപ്പോൾ എനിക്ക് വരേണ്ടതെന്ന് പറയണത് 201 സ്റ്റേറ്റസ് ആണ് കേട്ടോ. എന്നുവെച്ചാൽ ഒരു പുതിയൊരു യൂസർ ക്രിയേറ്റ് ആവണം അവിടെ. അപ്പോൾ അത് എന്തായി, 201 ക്രിയേറ്റഡ്. അപ്പം ഞാനിവിടെ എന്താ ചെയ്യുന്നത്, പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. ഗെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മളൊരു പേജ് ഫെച്ച് ചെയ്തുകൊണ്ട് വന്നു, ഒരു പെർട്ടിക്കുലർ പേജുകളിനെ ഫെച്ച് ചെയ്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ പെർട്ടിക്കുലർ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുമ്പോൾ ആ ഒരു പേജിനെ ഫെച്ച് ചെയ്തുകൊണ്ട് വരുന്നു. എന്ന് വെച്ചാൽ ഞാനിപ്പം എന്താ google.com, അതിൽ ഞാനിപ്പോൾ ഇവിടെ നിമിഷ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷ റിസൾട്ട് ചെയ്തിട്ടുള്ള പേജുകളാണ് ഫെച്ച് ചെയ്തുകൊണ്ട് വരേണ്ടത് അല്ലേ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗെറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ ഫെച്ച് ചെയ്തുകൊണ്ട് വരൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. പോസ്റ്റ് റിക്വസ്റ്റ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ചെയ്തത് എന്താണ്, പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അവിടെ 201 ക്രിയേറ്റഡ്. അപ്പോൾ നെയിം, ജോബ്, ഏജ്, ID എത്രയാണ് 70, ക്രിയേറ്റഡ് അറ്റ് ടൈമും ഡേറ്റും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും സക്സസ് ആയി. 201 ക്രിയേറ്റഡ് വന്നാൽ അത് സക്സസ് ആയെന്ന് അർത്ഥം. ഓക്കെ, സോ ഗെറ്റ് ആണെങ്കിൽ 200 ഓക്കെ വരും, പോസ്റ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ 201 ക്രിയേറ്റഡ് വരും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ള ലാസ്റ്റത്തെ വണ്ണാണ് ഡിലീറ്റഡ്. ഡിലീറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ യൂസറിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ്, ഇതാണ് നമ്മുടെ യൂസർ API/user/2. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തു, ആ ഒരു API ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി എന്താക്കുന്നു, ഞാൻ ഇത് ഞാൻ സേവ് ചെയ്യട്ടെ കേട്ടോ. ഇത് സേവ് ചെയ്തിട്ട് ഞാൻ എന്താക്കുന്നു, പോസ്റ്റ് യൂസർ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ പുതിയൊരു റിക്വസ്റ്റും കൂടി കൊടുക്കുന്നുണ്ട്. ഞാൻ ആ URL പേസ്റ്റ് ചെയ്തു. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്, ഡിലീറ്റ് ആണ് ചെയ്യേണ്ടത്. ജസ്റ്റ് URL പേസ്റ്റ് ചെയ്യുക, സെൻഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 204 നോ കണ്ടന്റ് എന്ന് വെച്ചാൽ ഡിലീറ്റ് ആയി പോകുന്നതാണ് അർത്ഥം. നോ കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഒന്നും ഡിസ്പ്ലേ ചെയ്യാനില്ല, കാരണം ആ യൂസർ ഡിലീറ്റ് ആയിപ്പോയി. 204 കിട്ടിയ ഡിലീറ്റഡ് എന്നാണ് അർത്ഥം. ഓക്കെ, സോ നമുക്ക് ഇതും സേവ് ചെയ്യാം. എന്താണ്, ഡിലീറ്റ് യൂസർ. ഇപ്പൊ നമ്മൾ ഗെറ്റ്, പോസ്റ്റ്, ഡിലീറ്റ് 3 ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് പഠിച്ചു. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട റിക്വസ്റ്റുകൾ ഇതാണ്. ഇതിൽ ഈ ഗെറ്റ് യൂസറിൽ നമ്മളിവിടെ പാരാമീറ്റേഴ്സും ആർഗ്യുമെന്റ്സും ഈ ബോഡിയിലൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത്. ഗെറ്റല്ല, പോസ്റ്റിലൊക്കെ ഈ ബോഡിയിലൊക്കെ നമ്മൾ വാല്യൂസ് പാസ് ചെയ്യണേലാണ് ചേഞ്ചസ് വരുന്നത്. ഓക്കെ, സോ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 3 ഇതിൻ്റെ മാത്രം, നെയിം, ജോബ്, ഏജ് എന്ന് പറഞ്ഞിട്ട് 3 എണ്ണത്തിൻ്റെ മാത്രമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ വാല്യൂസ് ഉണ്ടായിരിക്കും. വലിയൊരു ഫോമൊക്കെ ആണെങ്കിൽ കുറേ വാല്യൂസ് ഉണ്ടായിരുന്നു എന്ന് വരും.
അപ്പോൾ അതിനനുസരിച്ച് എന്തായിരിക്കും ഇതിന് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ JSON ഫോർമാറ്റിലായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു 3 റിക്വസ്റ്റിന്റെ കാര്യം അല്ലെങ്കിൽ പോസ്റ്റ്മാൻ്റെ ഒരു ഓവറോൾ വർക്കിങ്ങും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് പോസ്റ്റ്മാനിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇനിയും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കണം നിങ്ങൾ. അതിനായിട്ട് നിങ്ങൾക്ക് ഞാൻ ടാസ്ക് തരുന്നത് ഈ ഒരു സൈറ്റ്, ഈ 2 സൈറ്റ് ഉണ്ട്, ഗോറസ്റ്റും റെക്രസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇതിൽ ഗെറ്റ് ഉണ്ട്, പുട്ട്, പോസ്റ്റ്, പാച്ച്, അങ്ങനെ 5 എണ്ണത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 എണ്ണം, ഈ ഒരു സൈറ്റിലത്തെ 5 എണ്ണത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ. ഗെറ്റ്, ഡിലീറ്റ്, പോസ്റ്റ്, പുട്ടും പാച്ചും ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ തരുന്നതാണ്. അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, എന്തെങ്കിലും വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. ഇതിപ്പോൾ നമുക്കിത് അപ്ഡേഷൻ വരാണെങ്കിൽ പുട്ട് പാച്ചൊക്കെ കൊടുത്താൽ മതി. ക്ലിയർ ആണോ? വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പുട്ടൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സൈറ്റിലത്തെയും പ്ലസ് ഈ ഒരു സൈറ്റിലത്തെയും APIs വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. അതിലെവിടെയെങ്കിലും വെച്ച് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പറഞ്ഞാൽ മതി, നമുക്ക് മീറ്റിൽ കയറിയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. ഇനി നമുക്കുള്ളത് ഗിറ്റും ഗിറ്റബും ആണ്. അത് ഞാൻ എന്താക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം. ഇപ്പം ഞാൻ വന്ന് കയറിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തുതരാം, ഞാൻ അയച്ചിടാം. അപ്പോൾ നാളെ ഇപ്പം എന്താണ്, സാറ്റർഡേ ആൻഡ് സൺഡേ, നാളെയും മറ്റന്നാളും കൂടിയിട്ട് സാറ്റർഡേയും സൺഡേ ഇരുന്നിട്ട് എന്താക്കാം, നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കാം. ഓക്കെ. സോ താങ്ക് യു.